ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം കൂടി കുക്കറിലിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി, നമ്മുടെ കറി റെഡി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി മിക്സഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസും കൂടെ കുറച്ച് പനീറും എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 ബീൻസ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ഒരു സവാള, ഒരു തക്കാളി, ഒരു പൊട്ടറ്റോ, ഇതൊക്കെ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ 200 ഗ്രാം പനീറിൻ്റെ പാക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബീൻസ് മാത്രം നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം ഒരേ സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കഷ്ണം ബേ ലീഫ്, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ, കാരണം ഞാനിവിടെ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ കുക്കർ പെട്ടെന്ന് ചൂടാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങുന്നത് വരെ മാത്രം ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. പൊടികളെല്ലാം നമ്മളൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വെന്തുടയുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇതുപോലെ വഴറ്റിയെടുത്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഇതുപോലെ വഴറ്റിയെടുക്കണ്ട. നമ്മളിപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ ഈ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീർ ചേർത്ത് കൊടുത്തില്ല, അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 8 മുതൽ 10 വരെ കശുവണ്ടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കശുവണ്ടി അരച്ച് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പ് കൊടുക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെള്ളം എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഏകദേശം ഈ ഒരു പച്ചക്കറികളൊക്കെ മുങ്ങി നിൽക്കുന്ന പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കണക്കിന് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ലൂസിലാണ് ഈ ഒരു കറി കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് പനീർ കൂടി ചേർത്ത് കൊടുക്കാം. പനീർ നമ്മൾ ആദ്യം ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പനീർ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ വീണ്ടും കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വരും.
ഇത് ഈ ഒരു കറിക്ക് നല്ലൊരു മണം കൊടുക്കും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അളവിന് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് വിസിൽ അടിക്കുമ്പോൾ വെള്ളമൊന്നും പുറത്തേക്ക് വരില്ല, കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഇതൊരു വിസിലടിച്ച് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ആ ഒരു എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ലൂസല്ല, നല്ല കൊഴുപ്പോട് കൂടിയ നല്ലൊരു കറിയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളും പനീറും ഒക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതേസമയം ഒട്ടും തന്നെ വെന്തുടഞ്ഞു പോയിട്ടും ഇല്ല. അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാകും, പനീറൊക്കെ ഇങ്ങനെ കുക്കറിൽ കുക്ക് ചെയ്താൽ വെന്തുടഞ്ഞു പോകില്ലെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ഇട്ട് കൊടുത്ത അതേ ഷേപ്പിൽ തന്നെയുണ്ട് പനീർ, ഒരു പീസ് പോലും പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. ഇനി പനീർ ഇല്ലെങ്കിൽ ബാക്കിയുള്ള പച്ചക്കറികൾ മാത്രം വെച്ചും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് റാഗി ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ഒരു കറി കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് റാഗി ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.